ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു ഫിഷ് റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വാഴയിലയിൽ മീൻ പൊള്ളിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ തിലോപ്പി അല്ലെങ്കിൽ തിലോപ്പിയ എന്നൊക്കെ പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇച്ചിരി വലിയ മീനായിരുന്നു, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഹാഫ് ഭാഗം കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ട് വീഡിയോയിലേക്ക് പോവാം. 2 ഒണിയൻ വേണം, സവാള, ചെറിയ ഉള്ളി 15 എണ്ണം, വെളുത്തുള്ളി വേണം 12 എണ്ണം, പിന്നെ ഇഞ്ചിയാണ് വേണ്ടത്, അത് പിക്ചറിൽ കാണുന്ന പോലെ, പിന്നെ ടൊമാറ്റോ വേണം 2 എണ്ണം, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ആവശ്യത്തിന് വേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയാണ്, 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മുളക് പൊടി 2 ടീസ്പൂൺ സവാള വഴച്ചെടുക്കാനും 1 ടീസ്പൂൺ വറുക്കാനും എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ആയിട്ട് എടുക്കണം, വറുക്കാനും വേണം. കുരുമുളക് പൊടി വറുക്കാൻ മാത്രം മതി, നമ്മൾ സവാള വഴച്ചെടുക്കുമ്പോൾ ചേർക്കണില്ല. ഗരം മസാല നമുക്ക് വഴറ്റാനാണ് വേണ്ടത്. നമ്മൾ കോക്കനട്ട് മിൽക്ക് എടുക്കുന്നുണ്ട്, ഒരു 1/2 കപ്പ് നല്ല കട്ടിയായിട്ടുള്ളത്. നമ്മുടെ മീൻ നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കണം. നമ്മൾ വറുത്തതിന് ശേഷമാണ് പൊള്ളിക്കുന്നത്. തിലോപ്പിയൊക്കെ ആകുമ്പോൾ ഒരു ചെളിച്ചവയൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് കരിമീനാണോ എന്ന് സംശയിക്കും, അതുപോലത്തെ ടേസ്റ്റാണ്. യാതൊരു സംശയവും കൂടാതെ ആർക്കും കൊടുക്കാം, ആർക്കും ഏത് മീനാന്ന് പോലും മനസ്സിലാവില്ല. അതുപോലെയാണ് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ. നമുക്കിനി ഇത് വറുത്തെടുക്കുന്ന പ്രോസസ്സിലേക്ക് പോവാം. നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ പുരട്ടി മാരിനേറ്റ് ചെയ്യണം. ഒരു 15 മിനിറ്റോ 30 മിനിറ്റോ നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഇത് വയ്ക്കാം. നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ എടുത്ത വെളിച്ചെണ്ണ ഇതിലേക്ക് ഇടുക, എന്നിട്ടാണ് നമ്മൾ വറുക്കുന്നത്. കാരണം ബാക്കി വരുന്ന വെളിച്ചെണ്ണയിൽ നമുക്ക് സവാള വഴറ്റാനുള്ളതാണ്. ഇത് വെന്ത് വല്ലാതെ ഫ്രൈ ഒന്നും ആവണ്ട, നല്ലപോലെ വേകണം. അതാണ് അതിൻ്റെതാവുന്നൊരു പാകം. എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാളൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയ്ക്കൊക്കെ ആ മീനിൻ്റെതാവുന്ന ആ ടേസ്റ്റൊക്കെ കിട്ടും. സവാളയും പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതും ചേർത്ത് വഴറ്റാം. സവാള ഒരിക്കലും നീളത്തിൽ അരിയരുത്, ചെറിയ സ്ക്വയർ പീസായിട്ട് വേണം അരിയാൻ. അല്ല എങ്കിൽ നമ്മൾ പൊതിയുമ്പം കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്കിത് പുറംഭാഗമൊക്കെ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവും. ഇത് നല്ലപോലെ വഴന്ന് വരണം, മൊരിയണ്ട. മൊരിയുന്നതിന് മുന്നായിട്ടുള്ള ആ ഒരു ടൈം വരെ വഴറ്റണം. കണ്ടോ, ഈ പാകം വരെ ആവണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മിക്സിയിലോ അല്ലെങ്കിൽ ഇടിച്ചെടുത്താലും മതി. അതും മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളിയും നമ്മുടെ പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചത് ചേർത്ത് തക്കാളിയെല്ലാം വേകുന്നത് വരെ വഴറ്റി വേവിച്ചെടുക്കണം. വേണമെങ്കിൽ ഒന്ന് സിമ്മിൽ വെച്ചൊന്ന് അടച്ച് വെക്കാം, അപ്പോൾ തക്കാളി പെട്ടെന്ന് അമർന്ന് വെന്ത് കിട്ടും. വേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് വേപ്പില ഇടുന്ന, കുറച്ച് പിന്നീട് ഇടാം. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ നല്ല കിട്ടും. ഇനി നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികളാണ്. അതായത് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മസാല, ഗരം മസാല. എന്നിട്ട് നമ്മൾ ഫ്രഷായിട്ട് വേപ്പിലയും ഉപ്പും നമ്മുടെ കട്ടിയായ തേങ്ങാപ്പാലും ഇതിലേക്ക് ചേർക്കണുണ്ട്. ഇനി തേങ്ങാപ്പാൽ ശരിക്ക് ആ വെള്ളമൊക്കെ പറ്റി ഈ മസാലയോട് ചേർന്ന് വരുന്ന ഇതുവരെ ഇത് നമ്മൾ വറ്റിച്ചെടുക്കണം. വെള്ളം പോലെ ഇരിക്കരുത് കേട്ടോ. വെള്ളം പോലെ ഇരുന്ന ആ ഒരു ഇതാവില്ല. നമ്മൾ ആ ഒരു ചെറിയൊരു കട്ടിയായിട്ടുള്ളൊരവസ്ഥ വരെ ആക്കണം.
തേങ്ങാപ്പാൽ നമുക്ക് മസ്റ്റാണ്, കാരണം ഇതിന് രുചി, ഗ്രേവിക്ക് രുചി വരുത്തുന്നത് ആ തേങ്ങാപ്പാൽ ഇടുന്നതാണ്. നമുക്ക് പെട്ടെന്ന് കഴിക്കുമ്പോൾ മനസ്സിലാവില്ല തേങ്ങാപ്പാൽ ഇട്ടിട്ടുണ്ടെന്ന്, പക്ഷേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ ചെയ്തിട്ട് ബ്രെഡോ അപ്പോ ഒക്കെ കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റ്. ചോറിനാണെങ്കിലും നല്ല രുചിയായിരിക്കും. ഒരു ഗസ്റ്റിനൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം, നല്ലതാണ്. നമ്മുടെ ഗ്രേവി കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മളിത് 4 പാർട്ടാക്കണം. എന്നിട്ട് അടുപ്പത്ത് വാട്ടിയെടുത്ത വാഴയിലയിൽ ഒരു സെൻറ്റർ പാർട്ടിൽ വെച്ച് നമ്മൾ പൊതിഞ്ഞെടുക്കാനായിട്ടാണ്, പാക്ക് ചെയ്തെടുക്കുന്ന പോലെ നമ്മൾ വാഴയില പൊതിയണം. അതിന് വേണ്ടി നമ്മൾ ഈ മസാലയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മീനെടുത്ത് വെക്കുക ചെയ്യണത്. ഇനി ഒരു പാർട്ട് എടുത്ത് മുകളിലോട്ട് ഫുൾ മീൻ കാണാത്ത രീതിയിൽ പൊതിഞ്ഞെടുക്കണം. നമുക്ക് പാക്ക് ചെയ്തെടുക്കുന്ന പോലെ പൊതിയാം. നമ്മളൊന്നും വെച്ച് കെട്ടൊന്നും വേണ്ട. ഇത് തുറന്നു പോകാത്ത രീതിയിൽ അങ്ങ് വെച്ചാൽ മതി. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ നമ്മളിത് പൊള്ളിച്ചെടുക്കാം. നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് വെക്കുക ചെയ്യണത്. വേഗന ടൈം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റാണ്. അതായത് ഒരു സൈഡ് 5 മിനിറ്റും തിരിച്ചിട്ടിട്ട് 5 മിനിറ്റും സിമ്മിൽ വേകാനേ പാടുള്ളൂ. അല്ലെങ്കിൽ വാഴയിലൊക്കെ കരിഞ്ഞ് അകത്തേക്കൊക്കെ ഒരു കരിവ് പോലെ ആകും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാഴയിലയുടെ ടേസ്റ്റും പിന്നെ ചൂട് കയറി കഴിയുമ്പോൾ ഫിഷിൽ നിന്ന് ഇറങ്ങുന്ന ജ്യൂസും ആ ഗ്രേവിയും എല്ലാം കൂടെ വന്നിട്ട് നല്ല വെറൈറ്റിയാണ്. നമുക്ക് ഏത് ഗസ്റ്റിനും ഒരു മടി കൂടാതെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ എടുക്കണം. മൂടിയിലേക്ക് ഇങ്ങനെ കമഴ്ത്തിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെക്കണം. കണ്ടോ, നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് റെഡിയാണ്. കാണാനും നല്ല ഭംഗിയാണ്. നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ ആർക്കാണെങ്കിലും ഇത് ഇഷ്ടപ്പെടും. നല്ല വെറൈറ്റി ആയിരിക്കും. പെട്ടെന്ന് കരിമീനാണോ ഏത് മീനാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒന്നാമത്തെ ഇതിങ്ങനെ പൊതിഞ്ഞിരിക്കുന്നു. പിന്നെ ഇതെടുത്ത് കഴിക്കുമ്പോൾ ടേസ്റ്റും നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. കരിമീനൊക്കെ നല്ല വിലയല്ലേ. ഇതാവുമ്പോൾ അവൈലബിലിറ്റിയും അതുപോലെ വിലയും അത്രയ്ക്കൊന്നും വരണില്ലല്ലോ. അപ്പോൾ എല്ലാവരും തിലോപ്പിയ കിട്ടുമ്പോൾ പിലോപ്പി കിട്ടുമ്പോൾ ട്രൈ ചെയ്യണം.